ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൽ ലാബർ എന്ന ചാപ്റ്ററിൻ്റെ 6ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് ലാബർ എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കും. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇൻസെൻറ്റീവ് വേജ് പ്ലാനിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ് പ്ലാനാണുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാനും മറ്റേത് ഗ്രൂപ്പ് ബോണസ് പ്ലാനും. അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാൻ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ബോണസ് പ്ലാനും പിന്നെ ഈ ലാബർ എന്ന ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ടേംസുമാണ്. ഓക്കെ, ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാനിൽ അവിടെ ബോണസ് കൊടുക്കുന്നത് ഓരോ ഇൻഡിവിജ്വലിനാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ടൈം സേവ് ചെയ്തതിനനുസരിച്ചിട്ട് ബോണസ് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഓരോ ഇൻഡിവിജ്വലിനാണ് ബോണസ് കൊടുക്കുന്നത്. എന്നാൽ എല്ലാ വർക്കും അങ്ങനെ ഇൻഡിവിജ്വലിന് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. ചില വർക്കൊക്കെ അത് ഗ്രൂപ്പ് എഫേർട്ടോട് കൂടിയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എംപ്ലോയീസിന് ഇൻസെൻറ്റീവ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബോണസ് കൊടുക്കുമ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമായിട്ട് ബോണസ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ബോണസ് കൊടുക്കുക ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിന് വേണ്ടിയിട്ടാകും. അപ്പോൾ വെൻ ബോണസ് ഈസ് പെയ്ഡ് കളക്റ്റീവ്ലി ടു എ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ഇറ്റ് ഈസ് കോൾഡ് ഗ്രൂപ്പ് ബോണസ് സിസ്റ്റം. ബോണസ് കൊടുക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടാണ് എന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ ഗ്രൂപ്പ് ബോണസ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. The amount of bonus is shared by the group either equally or according to an agreed portion. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ആ ബോണസ് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് എല്ലാവർക്കും വീതിച്ചു കൊടുക്കും. അത് ചിലപ്പോൾ ഈക്വലി ആയിട്ട് എല്ലാവർക്കും തുല്യ രീതിയിൽ വീതിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു അഗ്രീഡ് പ്രൊപ്പോർഷൻ്റെ ബേസിൽ വീതിച്ചു കൊടുക്കും. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ ഗ്രൂപ്പ് ബോണസ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ടീം വർക്ക്. ഇപ്പോൾ ടീം വർക്കായിട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വർക്ക് ഉണ്ടാകും, അതിലൂടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അതൊരു ടീം വർക്കായിട്ട് ചെയ്യുന്ന വർക്കാകും. അങ്ങനത്തെ ജോബിന് നമ്മൾ ഗ്രൂപ്പ് ബോണസ് പ്ലാന് കൊടുക്കേണ്ടി വരും. അതേപോലെ വെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ ദ ഔട്ട്പുട്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽ വർക്കർ. അപ്പോൾ ഒരു ജോലി, ഒരു ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും എത്രയാണ് ആ ഇൻഡിവിജ്വലിൻ്റെ എഫേർട്ട് ആ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എന്നുള്ളത് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലും ഈ ഗ്രൂപ്പ് ബോണസ് പ്ലാൻ കൊടുക്കും. ഇപ്പോൾ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, ഉണ്ടാക്കണം. അപ്പോൾ അത് പല ആൾക്കാരിലൂടെയും ആണ് ആ ഒരു ഔട്ട്പുട്ട് വന്നിട്ട് അത് ലാസ്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നത്. അപ്പോൾ അതിൽ ഒരാളുടെ എഫേർട്ട് അല്ലെങ്കിൽ ഒരാളുടെ എഫിഷ്യൻസി, ഒരാൾ എത്ര ആ ഒരു ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ചിലവഴിച്ചു, എത്രത്തോളം എഫേർട്ട് എടുത്തു എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗ്രൂപ്പ് ബോണസ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വെൻ ഗ്രൂപ്പ് ഈസ് നോട്ട് അൺഡ്യൂലി ലാർജ്. അപ്പോൾ അത്യാവശ്യം വലുതല്ലാത്ത ഒരു ഗ്രൂപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്രൂപ്പ് ബോണസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ വെൻ ഇറ്റ് ഈസ് ഡിസൈഡ് ടു ഡെവലപ്പ് ടീം സ്പിരിറ്റ്. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിൽ ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്രൂപ്പ് ബോണസ് പ്ലാന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഗ്രൂപ്പ് ബോണസ് പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ലാബറുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഐഡിയൽ ടൈം. എന്താണ് ഐഡിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ടൈം ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടൈം സ്പെൻഡ് ബൈ ദി വർക്കർ ഇൻ ദി ഫാക്ടറി ആൻഡ് ടൈം സ്പെൻഡ് ഓൺ ദി ജോബ്. ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു വർക്കർ എത്ര സമയമാണോ ഫാക്ടറിയിൽ ചിലവഴിച്ചത്, അതേപോലെ എത്ര സമയമാണോ ആ ജോബിന് വേണ്ടിയിട്ട് ചിലവാക്കിയത്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഐഡിയൽ ടൈം എന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ വന്നിട്ട് വെറുതെ ഇരിക്കുന്ന, ജോലിയിൽ ഏർപ്പെടാത്ത സമയത്തെയാണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ഒരു വർക്കറിൻ്റെ ജോലി സമയം 8 മണിക്കൂറാണെങ്കിൽ ഈ 8 മണിക്കൂറും എംപ്ലോയി ജോലിയിൽ ഏർപ്പെടില്ല. കുറച്ച് സമയം ചിലപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ടോ ടീ ബ്രേക്കോ ഇനി അതിലെന്തെങ്കിലും പവർ ഫെയിലിയർ ആകുമ്പോഴൊക്കെ എന്ത് ചെയ്യാം, വെറുതെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന, ജോലി ചെയ്യാത്ത സമയത്തെയാണ് നമ്മൾ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഐഡിയൽ ടൈം 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നോർമൽ ഐഡിയൽ ടൈമും മറ്റത് അബ്നോർമൽ ഐഡിയൽ ടൈമും. അപ്പോൾ നോർമൽ ഐഡിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ലോസ് ഓഫ് ടൈം അറൈസിങ് ഇൻ ദി നോർമൽ ഓർ റുട്ടീൻ കോഴ്സ് ഓഫ് മാനുഫാക്ചർ.
മാനുഫാക്ചറിങ് പ്രോസസ്സുകളിൽ റുട്ടീനായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് ചിലപ്പോൾ കുറച്ച് സമയം നഷ്ടപ്പെടും. ഫോർ എക്സാമ്പിൾ ടീ ബ്രേക്ക്, ചായ കുടിക്കാൻ, അതേപോലെ ലഞ്ച് ബ്രേക്ക് തുടങ്ങിയതൊക്കെ റുട്ടീനായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് നഷ്ടപ്പെടുന്ന സമയമാണ്. അത് നാച്ചുറലാണ്, അതൊരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അൺഅവോയ്ഡബിൾ ആണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് ഐഡിയൽ ടൈമല്ലേ? ജോലി ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അതെന്താണ്? ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന സമയമാണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. പക്ഷേ ചില നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ റുട്ടീനായിട്ട് ചില കുറച്ച് സമയം വെറുതെ ഇരിക്കേണ്ടി വരും ഓർഗനൈസേഷനിൽ. അങ്ങനെ ഉള്ള ഒരു ഐഡിയൽ ടൈമിനെയാണ് നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോർമൽ ഐഡിയൽ ടൈമിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ടൈം ലോസ്റ്റ് വൈൽ മൂവിങ് ഫ്രം ദി ഫാക്ടറി ഗേറ്റ് ടു ദി വർക്ക് പ്ലേസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫാക്ടറി ഗേറ്റിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന സമയം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എന്താണ്, ആ ഒരു സമയം നഷ്ടപ്പെടും. അത് ഐഡിയൽ ടൈമാണ്, നോർമൽ ഐഡിയൽ ടൈമാണ്. ദെൻ ടൈം വേസ്റ്റഡ് ഡ്യൂ ടു മെഷീൻ മെയിൻ്റനൻസ്. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, വന്ന അപ്പം തന്നെ, ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് വന്ന അപ്പം തന്നെ മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് പണി തുടങ്ങുന്നില്ല. അപ്പോൾ അത് ആദ്യം എന്ത് ചെയ്യുക, ആ മെഷീനൊക്കെ ഒന്ന് തുടച്ച് ഓയിൽ കൊടുത്ത് ഗ്രീസൊക്കെ കൊടുത്ത് റെഡിയാക്കാൻ കുറച്ച് സമയം എടുക്കും അല്ലേ. അപ്പോൾ അത് നമ്മൾ ശരിക്കും ഓർഗനൈസേഷനിൽ വരുന്നുണ്ട്, പക്ഷേ ജോലിയായിട്ട് എൻഗേജ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്, അത് നോർമലാണ്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്, അതെന്തായാലും ചെയ്യേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഈ നോർമലായിട്ട് നഷ്ടപ്പെടുന്ന സമയത്തെയാണ് നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അതേപോലെ ടൈം ടേക്കൺ ഇൻ സെറ്റിംഗ് ആൻഡ് ക്ലീനിങ് മെഷീൻ, കളക്ഷൻ ഓഫ് ടൂൾസ് എക്സെട്ര, ടീ ബ്രേക്ക്, പേഴ്സണൽ നീഡ്സ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് ഈ നോർമൽ ഐഡിയൽ ടൈമിൻ്റെ കാരണങ്ങൾ. എന്താണ് നോർമൽ ഐഡിയൽ ടൈം എന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇനി അബ്നോർമൽ ഐഡിയൽ ടൈം ഉണ്ട്. എനി ലോസ് ഓഫ് ടൈം ഇൻ എക്സസ് ഓഫ് നോർമൽ ഐഡിയൽ ടൈം ഈസ് അബ്നോർമൽ ഐഡിയൽ ടൈം. നോർമൽ ഐഡിയൽ ടൈമിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അബ്നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇറ്റ് റെഫേഴ്സ് ടു ദി വേസ്റ്റ് ഓഫ് ടൈം വിച്ച് ഒക്കേഴ്സ് ഡ്യൂ ടു അബ്നോർമൽ ഓർ ആൻറ്റിസിപ്പേറ്റഡ് റീസൺ. അപ്പോൾ ചില കാരണങ്ങൾ, അല്ലെങ്കിൽ മടി കൂടിയിട്ടോ അല്ലെങ്കിൽ ചില നമ്മൾ കരുതി കൂട്ടിയിട്ടൊക്കെ ടൈം വേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് അബ്നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അബ്നോർമൽ ഐഡിയൽ ടൈമിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മെഷീൻ ബ്രേക്ക് ഡൗൺ ആവാം. പെട്ടെന്ന് മെഷീന് അവിടെ സ്റ്റോപ്പായി. അപ്പോൾ അത് എന്നും ഉണ്ടാവുന്ന സാധനമല്ലല്ലോ, റുട്ടീനായിട്ടുള്ളതല്ല. അപ്പോൾ അത് ഒരു പ്രത്യേക ദിവസം ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അബ്നോർമൽ ഐഡിയൽ ടൈമാണ്. അതേപോലെ പവർ ഫെയിലിയർ, പവർ കട്ട് ഉണ്ടായി, അല്ലെങ്കിൽ പവർ നഷ്ടപ്പെട്ടു, കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വെറുതെ ഇരിക്കേണ്ടി വരും, അത് ഐഡിയൽ ടൈമാണ്. സ്ട്രൈക്ക് ആൻഡ് ലോക്ക് ഔട്ട്, സ്ട്രൈക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ, ടൂൾസ് എക്സെട്ര, മെറ്റീരിയലിൻ്റെയോ അല്ലെങ്കിൽ ടൂൾസിൻ്റെയോ അവൈലബിലിറ്റി ഇല്ലാതിരിക്കുന്ന സമയത്തും എംപ്ലോയീസ് വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യണമെങ്കിൽ, ടൈം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനാണ് അബ്നോർമൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഐഡിയൽ ടൈം എന്നുള്ളത് മനസ്സിലാക്കുക. വെറുതെ ഇരിക്കുന്ന സമയമാണ്. ഓർഗനൈസേഷനിൽ വന്നിട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ സമയത്തെയാണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 ടൈപ്പ് ഉണ്ട്, നോർമലും അബ്നോർമലും. ഓക്കെ, ഇനി ഓവർ ടൈം നമുക്ക് അറിയുന്ന വേർഡാണ്. ഓവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എത്രയാണോ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി, അല്ലെങ്കിൽ എത്ര സമയമാണോ നമ്മൾ ഓർഗനൈസേഷനിൽ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ എത്ര സമയമാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്, അതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ അതിന് ഓവർ ടൈം എന്ന് പറയുന്നത്. വർക്ക് ഡൺ ബിയോണ്ട് ദി നോർമൽ ഓർ റെഗുലർ വർക്കിംഗ് അവേഴ്സ്, റെഗുലർ വർക്കിംഗ് അവേഴ്സിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓവർ ടൈം എന്ന് പറയുന്നത്. ദ അഡീഷണൽ എമൗണ്ട് പെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഓവർ ടൈം ഈസ് നോൺ ആസ് ഓവർ ടൈം പ്രീമിയം. അപ്പോൾ ഓവർ ടൈം ജോലി ചെയ്യുമ്പോൾ അഡീഷണലായിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെയാണ് ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നത്. ഈ ഓവർ ടൈം ഉണ്ടാവാനുള്ള കാരണം ചിലപ്പോൾ
കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തേണ്ടി വരും അല്ലേ, സാധനങ്ങൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും വേണ്ടി വരും. പിന്നെ ഇനാഡ്യൂക്കേറ്റ് നമ്പർ ഓഫ് വർക്കേഴ്സ്, കുറച്ച് വർക്കേഴ്സ് ഉണ്ടാവുള്ളൂ എങ്കിൽ ആ കുറച്ച് പേരെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചധികം നേരം സമയം എടുത്തിട്ട് ചെയ്യേണ്ടി വരും. അർജൻറ്റ് ഓർഡർ ടു ബി എക്സിക്യൂട്ടഡ്, ഏതെങ്കിലും അർജൻറ്റ് വർക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും അല്ല. ഇപ്പോൾ ബാങ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ ഈ ചില ഫിനാൻഷ്യൽ ഇയർ എൻഡൊക്കെ ആകുമ്പോൾ അർജൻറ്റായിട്ട് അത് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് കുറേ വർക്ക് ചെയ്യാനുണ്ടാകും. അപ്പോൾ അവർ ഓവർ ടൈമായിട്ട് സമയം എടുത്തിട്ട് ചെയ്യും. അതേപോലെ നോൺ അവൈലബിലിറ്റി ഓഫ് വർക്കേഴ്സ്, ഷോർട്ടേജ് ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് സ്പേസ്, പിന്നെ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓവർ ടൈം ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഓവർ ടൈം എന്നുള്ളത് നമുക്കൊക്കെ അറിയണ ഒരു ടേമാണ്. നെക്സ്റ്റ് ടേമാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. ലേബേഴ്സിന് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്? ബിസൈഡ് ദ ബേസിക് വേജ്, DA, HRA. അപ്പോൾ ബേസിക് സാലറി അല്ലെങ്കിൽ ബേസിക് വേജ്, DA, HRAക്ക് പുറമെ എംപ്ലോയീസ് ആർ ആൾസോ പ്രൊവൈഡഡ് സം ഇൻഡയറക്റ്റ് ക്യാഷ് ബെനിഫിറ്റ്സ് കോൾഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. ഇൻഡയറക്റ്റ് ക്യാഷ് ബെനിഫിറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ DA അതേപോലെ HRA വേജസിന് പുറമെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഫ്രിഞ്ച് ബെനിഫിറ്റിന് എക്സാമ്പിൾ വെൽഫെയർ ഫെസിലിറ്റീസ് ഓഫർ ടു വർക്കേഴ്സ് സച്ച് ആസ് മെഡിക്കൽ ഫെസിലിറ്റി, ഹൗസിംഗ് ഫെസിലിറ്റി, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ് എക്സെട്ര. കോസ്റ്റ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ്. അപ്പോൾ സാലറി DA HRAക്ക് പുറമെ എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർഹെഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലേബർ എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ 6 പാർട്ടായിട്ടാണ് ലേബർ എന്ന ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ലെക്ചർ സീരീസ് വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നു എങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഓവർഹെഡ് എന്ന ചാപ്റ്ററാണ്. ഓവർഹെഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.